വെൽക്കം ടു എഡ്ജ് വാലറ്റ്സ്. നമുക്ക് സെപ്റ്റംബർ 3 മുതലേ ഓണപരീക്ഷയാണ്. എല്ലാ കുട്ടികൾക്കും 10ാം ക്ലാസ്സിനും +1നും +2നും എല്ലാ സ്റ്റുഡൻസിനും ഓണ എക്സാം ആണ്. പക്ഷേ എല്ലാ കൊല്ലവും നടക്കാറുള്ള പോലെ ഒരു എക്സാം അല്ല ഇപ്രാവശ്യം ഉള്ളത്. പല പ്രശ്നങ്ങൾ കാരണം ഇപ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. സംഭവം എല്ലാ സ്കൂളിലും എക്സാംസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സാധാരണ എല്ലാ കൊല്ലവും ഓണപരീക്ഷ നടക്കാറുള്ളത് ഒരു ഗവൺമെന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എക്സാം നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ ചാൻസ് ഉള്ളത്. കുറേ ക്വസ്റ്റ്യൻസ് ഒരേപോലെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾ പേപ്പർ ഇടുക. അതിലൊരു ടഫാണെന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല. ചില സ്കൂളുകളിൽ ഫസ്റ്റ് മുതലേ ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ടാവാം, ചില സ്കൂളുകളിൽ ഇടയിൽ നിന്നുള്ള ചാപ്റ്റേഴ്സ് ആണ്, ചില സ്കൂളിൽ ടഫായിട്ടുള്ള പാഠം ഏറ്റവും ആദ്യം എടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഓരോ സ്കൂളിലും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, കുറച്ച് ദിവസം കൂടി പരീക്ഷിക്കുള്ളൂ, ആകെ ഒരു 2-3 ആഴ്ച കൂടി പരീക്ഷിക്കുള്ളൂ. അപ്പൊ നാളെ മുതൽ കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ +1 +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ഏത് ക്ലാസ് ആവട്ടെ, നിങ്ങൾ ഓണപരീക്ഷയ്ക്കുള്ള പോർഷൻസ് നിങ്ങൾ അല്ലെങ്കിൽ സിലബസ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കൂളിൽ ചോദിച്ച് കൺഫേം ചെയ്യണം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ സ്കൂളിലും ഡിഫറെൻ്റ് ആണ്. ചില സ്കൂളിലെടുത്ത പാഠങ്ങൾ മറ്റു സ്കൂളിൽ ഉണ്ടാവില്ല. അപ്പൊ ആരും ബാക്കിയുള്ള കുട്ടികളോ അല്ലെങ്കിൽ യൂട്യൂബിൽ പറയുന്ന ക്ലാസ്സുകളോ കണ്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിലുണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ട് ടീച്ചേഴ്സിന് കയ്യിൽ നിന്ന് വാങ്ങാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. നമുക്ക് ഒരു പരീക്ഷ കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും, ഓക്കെ ഇത്ര ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും സാധാരണ ഫസ്റ്റ് മുതലേ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ നാളെ മുതൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 5 ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എക്സാം ആണ് അല്ലേ, നമുക്ക് പാരന്റ്സ് മീറ്റിങ്ങും PTA മീറ്റിങ്ങും ഒക്കെ വരുന്നൊരു എക്സാം ആണ്. അപ്പൊ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു എക്സാമിനെ കാണാം, നല്ല മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യണം. അപ്പോൾ സിലബസ് മനസ്സിലാക്കുക, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒപ്പം ഓരോ ചാപ്റ്ററിലും നിങ്ങൾ സ്കൂളിൽ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്, സ്കൂളിൽ ഏത് പോർഷനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മിസ് പറഞ്ഞത്, അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ ചില ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ടാവും. ആ ക്ലാസ് ടെസ്റ്റുകളിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുക, ഏത് ഭാഗത്താണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിച്ചാൽ പിന്നെ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഏത് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, ആ ചോദ്യങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പം എങ്ങനെ പഠിക്കണം, ഇത്ര ഓണപരീക്ഷയായിട്ടും പഠിക്കാൻ തോന്നാത്തവർക്കൊക്കെ വേണ്ടിയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, എങ്ങനെ പഠിക്കണം ഇനിയുള്ള ദിവസം, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം ആ വീഡിയോയുടെ ലിങ്ക്. അത് നന്നായി കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നാളെ മുതൽ പഠിക്കാം. ഇനി പല കുട്ടികൾക്കും ഇപ്പോൾ ഉള്ള പ്രശ്നം പല പോർഷൻസും അറിയണം എന്നില്ല. ഇതുവരെ സ്കൂളിൽ ശ്രദ്ധിക്കാത്തവരുണ്ടാവും, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവാം, ഒന്നും മനസ്സിലാവാത്തവരുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് +2 സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ബാക്കി +1 കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ വരും. നിങ്ങളൊരു +1 കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് ചാനലിലുണ്ട്. ഇനി അതല്ല നിങ്ങളൊരു +2 സ്റ്റുഡൻ്റ് ആണ്, സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എഡ്ജ് വാലറ്റ് ഓൺലൈൻ ബാച്ച് നടത്തുന്നുണ്ട്. കുറേ കുട്ടികൾ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്കെങ്കിലും മാർക്ക് വാങ്ങണം, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇതുവരെയും ഒന്നും എനിക്കറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ എഡ്ജ് വാലറ്റിന്റെ ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ അതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും വീഡിയോ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം നമ്മുടെ ഈ ബാച്ചിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ തരാം, അതിലേക്ക് നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ബയോളജി എല്ലാ സബ്ജക്റ്റും കൂടി വെറും 500 രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ.
ഇപ്പം നിങ്ങൾ 500 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണപ്പരീക്ഷ കഴിയുന്നത് വരെയും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞുപോയ ക്ലാസ്സുകൾ കിട്ടും, ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും എല്ലാം കിട്ടും. എല്ലാം ലൈവ് ക്ലാസ്സുകളാണ്, കുറേ മണിക്കൂറുള്ള ക്ലാസ്സുകളൊന്നുമല്ല, വെറും 1 മണിക്കൂറിൻ്റെയൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ലൈവിൽ കയറാൻ പറ്റിയില്ല, നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും. ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു 10-21 ദിവസം നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ബേസ് തൊട്ട് തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. വെറും 500 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. സോ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. 9746230801 എന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്യരുത്, കാരണം എല്ലാ കോൾസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ക്ലാസ്സിലാവും. അതുകൊണ്ടാണ് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ നാളെ മുതലെങ്കിലും പഠിക്കണം എന്നുള്ളവർ എത്രയും വേഗം മെസ്സേജ് അയച്ചോളൂ. നമുക്ക് നല്ലൊരു മാർക്ക് ഈ ഓണപ്പരീക്ഷയ്ക്ക് നേടിയെടുക്കണം. അപ്പോൾ ടഫ് ആവാൻ വളരെ ചാൻസ് ഉള്ളൊരു എക്സാമാണ് ഓണപ്പരീക്ഷ. കാരണം ഇതാണ്, ഓരോ സ്കൂളിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നിങ്ങളെ സ്കൂളിൽ വരിക. കാരണം ഓരോ സ്കൂളിലും എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഏത് പാഠമൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനിയും വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ട, പ്രോപ്പർ സ്റ്റഡി പ്ലാൻ എല്ലാം വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്